എൻ്റെ പേര് CV അയ്യപ്പൻ എന്നാണ്. വീട്ടിൽ അറിയപ്പെടുന്നത് രാജു എന്ന പേരിലാണ്. എൻ്റെ സ്വദേശം തിരുവല്ലായിക്കടുത്ത് വേങ്ങൽ എന്ന ഗ്രാമമാണ്. എൻ്റെ പിതാവിൻ്റെ പേര് ചെമ്പരത്തിമൂട്ടിൽ CT വർഗീസ്, അല്ലെങ്കിൽ കുഞ്ഞൂട്ടി എന്നറിയപ്പെടും. മദർ അമ്മയുടെ പേര് ഏലിയാമ്മ വർഗീസ്, നിരണം മട്ടയ്ക്കൽ കുടുംബത്തിലെ അംഗമായിരുന്നു. അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, രണ്ടുപേരും മരിച്ചുപോയി. ഞാൻ എൻ്റെ പ്രൈമറി വിദ്യാഭ്യാസം വേങ്ങൽ MTLP സ്കൂളിലായിരുന്നു. ഹൈസ്കൂൾ വിദ്യാഭ്യാസം MGM ഹൈസ്കൂളിലായിരുന്നു, തിരുവല്ല MGM ഹൈസ്കൂളിലായിരുന്നു. പിന്നീട് കൂടുതൽ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ബോംബെയിൽ വന്നു. CISFലാണ് എൻ്റെ ജോലി തുടങ്ങിയത്. ഞാൻ കങ്ങഴ വയലിങ്കൽ പാറയ്ക്കൽ ശ്രീ ബെഞ്ചമിൻ്റെയും രാജമ്മ ബെഞ്ചമിൻ്റെയും രണ്ടുപേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. രണ്ടാമത്തെ മകളായിട്ട് കങ്ങഴയിലാണ് എൻ്റെ ജനനം. എൻ്റെ പിതാവ് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് പല പല സ്കൂളുകളിലായിട്ടായിരുന്നു എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം നടന്നിട്ടുള്ളത്. അത് വണ്ടിപ്പെരിയാർ എസ്റ്റേറ്റ് മുതൽ ആരംഭിച്ച് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് എൻ്റെ ഡിഗ്രി ബിരുദ സമ്പാദനം ഞാൻ നേടിയിരിക്കുന്നത്. അപ്പം ആ കങ്ങഴയുടെ ഭൂപ്രദേശത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വളരെ മനോഹരമായ ഒരു സ്ഥലം. അതായത് കിഴക്കിൻ്റെയും ആ ഭൂപ്രകൃതിയും വളരെ പച്ചിപ്പുള്ള ഒരു സ്ഥലം, റബ്ബർ തോട്ടവും ഒക്കെ ആയിട്ട് പാറയും ഇടയ്ക്കിടയ്ക്ക് തോടുകൾ ഒഴുകുന്നതും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ഗ്രാമത്തിൽ ആണ്, ഒരു കൂട്ടുകുടുംബത്തിലാണ്. എൻ്റെ പിതാവിന് 9 സഹോദരങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഫാദർ പാറയ്ക്കൽ കുട്ടി എന്നറിയപ്പെടും. അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിൽ അവരുടെയൊക്കെ പരിലാളനകളായിട്ടാണ് ഞങ്ങൾ വളർന്നത്. വളരെ സജീവമായിട്ട് വളരെ ആത്മബന്ധം ഇപ്പോഴും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ കസിൻസുമായിട്ടൊക്കെ. അങ്ങനെയുള്ള ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്നു. അത് കഴിഞ്ഞ് ബിരുദം സമ്പാദിച്ചതിന് ശേഷം എൻ്റെ വിവാഹം ചെമ്പരത്തിമൂട്ട് ശ്രീ അയ്യപ്പുമായിട്ട് നടക്കുകയും അതും ഒരു ട്രാൻസ്ഫറബിൾ സർവീസിലായിരുന്നു അദ്ദേഹം, CISFൽ. അത് കാരണം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഞങ്ങൾ ഔദ്യോഗികപരമായ കാര്യങ്ങളാൽ സഞ്ചരിക്കാൻ സാധിച്ചു. അത് വലിയൊരു നേട്ടമാണ്. കാരണം ഈ രാജ്യത്തിലെ പലതരം ജീവിത രീതികളെയും പല ആചാരങ്ങളും ആഹാര രീതികളും പലയിടം ആൾക്കാരുമായിട്ട് പരിചയപ്പെടാൻ ഇടയായി. വളരെ രസകരമായ പല സംഭവങ്ങളിൽ കൂടെ ആദ്യമായിട്ട് കേരളത്തിലെ ആ ചെറിയ ഗ്രാമത്തിലും അതിനോട് ചുറ്റിപ്പറ്റി ചങ്ങനാശ്ശേരിയുടെ ചുറ്റും പറ്റി മാത്രം അറിയുന്ന ഒരാൾ ഞാൻ പെട്ടെന്ന് മദ്രാസിലേക്ക് പറിച്ചറിയപ്പെടുകയാണ് ചെയ്തത്. അവിടെ വെച്ച് തമിഴ് അടുത്തുള്ളവരെല്ലാം തമിഴരാണ്. അപ്പോൾ നമുക്ക് ഭാഷയിൽ വളരെ പല സാധനങ്ങളെയും ആംഗ്യഭാഷ ഉപയോഗിച്ച് തന്നെ തുടക്കത്തിൽ മനസ്സിലാക്കാൻ ആവശ്യമായിരുന്നു. പിന്നീട് ആ ഭാഷയിൽ കുറച്ച് പ്രാവീണ്യമൊക്കെ നേടി സംസാരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാനും ഒക്കെ സാധിച്ചു. അവിടെ ഒരു നല്ല ബന്ധമുള്ള അയൽക്കാരും നല്ലൊരു രീതിയും ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വീണ്ടും കൊച്ചിയിലേക്ക് കടന്നു വരുന്നു. കൊച്ചിയിലെ പുതിയ ഒരു അന്തരീക്ഷം, പുതിയ അയൽക്കാർ, വിവിധ ഹിന്ദിക്കാരുണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ബോംബെയിലേക്ക് വരികയും അവിടെ ഞങ്ങളങ്ങ് സെറ്റിലാകുകയും ചെയ്തു. ഇതിനോടകം അദ്ദേഹം ജോലി സംബന്ധമായിട്ട് ഡൽഹി, ഗുജറാത്ത് മുതൽ പല പല സംസ്ഥാനങ്ങളിലേക്ക് പോവും. അപ്പോഴൊക്കെ ഞങ്ങൾ ബിലായി ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ കൂടെ പോവുകയും അവിടുത്തെയൊക്കെ ഫ്രണ്ട്സുമായിട്ട് കാണുകയും അവരുടെ ജീവിത രീതി, ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി ഒക്കെ ആയിട്ട് വളരെ സജീവമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു. ബോംബെയിൽ ഞങ്ങൾ RCFലാണ് തുടക്കം. അപ്പോൾ വളരെ വ്യത്യസ്തം, നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ചുറ്റുപാടിൽ ഒരു കോളനി ലൈഫാണ്. ആ കോളനിയിൽ എല്ലാവരും ഉണ്ട്. ബീഹാരികളുണ്ട്, പഞ്ചാബികളുണ്ട്, നമ്മൾ മദ്രാസികളെന്ന് അന്നത്തെ കാലത്ത് ആൾക്കാരറിയപ്പെടുന്ന നമ്മളെപ്പോലുള്ള 1-2 ഫാമിലിക്കാരുണ്ട്. ആ കോളനിയിലെ ജീവിതം എന്ന് പറഞ്ഞാൽ, ഒരു കോളനി എന്ന് പറഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട ആൾക്കാർ മാത്രം താമസിക്കുന്ന നിരവധി ഫാമിലികൾ, അവരുടെ ഒത്തുകൂടലുകൾ, ഹോളി, അങ്ങനെയുള്ള ഈ ഹിന്ദിക്കാരുടെ എല്ലാ ആചാരങ്ങളും പൂജകളും
മഹാരാഷ്ട്രയിലാകുമ്പം ഗണപതി ഫെസ്റ്റിവൽ പോലുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്. അതൊക്കെ വളരെ കൗതുകപൂർവ്വം അതിൻ്റെയൊക്കെ ഉത്ഭവങ്ങൾ അറിയാനും അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അറിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് തുടക്കത്തിൽ വളരെ ഒരു ഹരമാണ്. കാരണം നമുക്ക് അവിടെ വളരെ കുറച്ച് ആചാരങ്ങളും ഇങ്ങനെയുള്ള ഉത്സവങ്ങളും കുറച്ചാണല്ലോ ഉള്ളത്. ക്രിസ്മസോ അല്ലെങ്കിൽ ഓണമോ ഒക്കെ നമ്മുടെ നാട്ടിൽ ആ കാലത്ത് നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഹോളി കണ്ടത് തന്നെ വലിയൊരു അത്ഭുതം. പിന്നെ ഗണപതി ഫെസ്റ്റിവലായി, ഗണപതി പൂജയായി, അങ്ങനെ സരസ്വതി പൂജ വെക്കുന്നു. ഇങ്ങനെ ഓരോരോ എടുത്തു പറയത്തക്ക എല്ലാ മാസത്തിലും മകരസംക്രാന്തി ജനുവരിയിൽ തുടങ്ങിയാൽ അങ്ങ് ഡിസംബർ വരെ നമുക്ക് ഉത്സവങ്ങളുണ്ട്. അതേസമയം തന്നെ ഞങ്ങളുടെ ചർച്ച്, ഞങ്ങൾ ഓർത്തഡോക്സ് സഭാ വിഭാഗക്കാരാണ്. ചെമ്പൂർ പള്ളിയിലാണ് ഓർത്തഡോക്സ് പള്ളിയുണ്ട്, വളരെ മഹത്തായ ഒരു പള്ളി. ആ പള്ളിയിൽ ഞങ്ങൾക്ക് വളരെ ക്രിസ്മസിൻ്റെ കരോളുകൾ ഒക്കെ നാട്ടിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിൽ കൂടി കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ പാട്ട് പ്രാക്ടീസും, ആൾക്കാർ ഒന്നിച്ച് കരോളിന് പോവുകയും ഭവന സന്ദർശനവും, പിന്നെ മാസത്തിൽ വീട്ടുപ്രാർത്ഥന, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ട് സംഭവിച്ചു. ആ കാലയളവിൽ ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ജോലി സമ്പാദിച്ചു. അതും മലയാള സമാജം, ചെമ്പൂർ മലയാള സമാജത്തിൻ്റെ സ്കൂളാണ്. മലയാളി സംസ്കാരം ബോംബെ പോലുള്ള ഒരു പട്ടണത്തിൽ വേരുറപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് മലയാളി സംഘടനകൾ. മലയാളി സംഘടനകൾ ബോംബെയിൽ വളരെ ആക്റ്റീവായിട്ട് എല്ലാ രംഗങ്ങളിലും, സാമുദായികവും സാംസ്കാരികവും എല്ലാ രംഗങ്ങളിലും അവരുടെ ഒരു വ്യക്തിമുദ്ര കാണിച്ച ഒരു സംഘടനയാണ്. കാരണം ആ സംഘടനയ്ക്ക് ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ നീണ്ടകാലം സേവനം അനുഷ്ഠിക്കാൻ എനിക്ക് ഇടയായി. അത് വളരെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്ന് തൊഴിൽ അന്വേഷിച്ചുകൊണ്ട് വരുന്ന ഒരു വിഭാഗം കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാനും നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ചില അടിസ്ഥാന കാര്യങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നിർബന്ധമായ ഒരു ആഹാരമാണ്. അവരൊക്കെ അതിന് അധികം ആൾക്കാരും വലിയ ഊന്നൽ കൊടുക്കാറില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കടത്തിവിടുവാൻ ഞങ്ങളെപ്പോലുള്ള ടീച്ചർമാർക്ക് സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ന്യൂ ബോംബെയിലാണ് സെറ്റിൽഡായിരിക്കുന്നത്. സീവുഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ വാഷി പള്ളിയിലെ ഓർത്തഡോക്സ് ചർച്ചിലെ സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ മെമ്പേഴ്സാണ്. പിന്നെ വീണ്ടും ഞങ്ങൾക്ക് നല്ല സജീവമായ മലയാളി സുഹൃത്തുക്കൾ, കുടുംബങ്ങൾ, എല്ലാ ആചാരങ്ങളും വളരെ വളരെ വിപുലമായ രീതിയിൽ, നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല സുഹൃത്തുക്കളും ബന്ധങ്ങളും ഒക്കെ ഉള്ള നാള്. ബോംബെ വളരെ സുന്ദരമായ ഒരു ദേശമാണ്. ബോംബെയെ പറ്റി രണ്ട് വാക്ക് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം ഈ രാജ്യത്തിലുള്ള, ഇന്ത്യ മഹാരാജ്യത്തിലുള്ള എല്ലാ ആൾക്കാരെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു മഹാനഗരമാണ് ബോംബെ. ബോംബെയെ പറ്റി അറ്റ്ലീസ്റ്റ് പഴയ കാലത്തെങ്കിലും ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അയ്യോ ബോംബെ പോകാമെന്ന് പറഞ്ഞാൽ എന്തോ ആപത്താണെന്ന്. പക്ഷേ വളരെ സുരക്ഷിതമായ ഒരു സ്ഥലം, സാഹോദര്യ ബന്ധം നിലനിർത്തുന്ന ഒരു സ്ഥലമാണ്. എല്ലാത്തരം ആൾക്കാർക്കും, തീരെ താഴ്ന്ന വരുമാനമുള്ള ആൾക്കാർ മുതൽ ഏറ്റവും ഉയർന്ന വരുമാനമുള്ള റിലയൻസ് ഉടമസ്ഥർ മുതലുള്ള ആൾക്കാർക്ക് താമസിക്കാൻ ഉള്ള വേദി ഒരുക്കാൻ പറ്റുന്ന ഒരു നഗരം. ആ നഗരത്തിലാണ് ഞങ്ങളിപ്പം ജീവിക്കുന്നത്. ഞങ്ങൾ അവിടെ തന്നെ തുടരാനാണ് ആഗ്രഹം. അത് നടക്കുമെന്നുള്ള വിശ്വാസത്തിൽ കഴിയുന്നു. പിന്നെ ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളാണുള്ളത്. ഒരു മകനും ഒരു മകളും. മകനാണ് ഇവിടെ ഉള്ളത്, ഹൂസ്റ്റണിലുള്ളത്. മകൾ ദുബൈയിലാണ്. രണ്ട് പേർക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരും സന്തോഷമായിട്ട് ജീവിക്കുന്നു. താങ്ക് യു. കമ്മിങ് ബാക്ക് ടു യുവർ കോളേജ് ഡേയ്സ്, അമ്മമ്മ അസംഷനിലും അച്ചായൻ തിരുവല്ലയിൽ പഠിച്ചല്ലേ? തിരുവല്ല. അന്നത്തെ ഓർമ്മകൾ, കോളേജ് ലൈഫിൽ എന്തെങ്കിലും ഓർമ്മകൾ, സാറുമാരെ പറ്റി 2 വാക്ക്, പഠിച്ച വിഷയം എന്ന് പറയാം. ഞാൻ എൻ്റെ വിദ്യാഭ്യാസം തിരുവല്ലയിലായിരുന്നെങ്കിലും ഞാൻ പ്രൈവറ്റ് സ്റ്റഡീസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് കോളേജ് വിദ്യാഭ്യാസത്തെ പറ്റി കൂടുതലായിട്ട് പറയാനില്ല. എൻ്റെ സർവീസ് ലൈഫിനെ പറ്റി ഞാൻ വിപുലമായി പറയാം. അമ്മമ്മ ചങ്ങനാശ്ശേരി പറ്റി ഒന്ന് പറഞ്ഞു. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിലാണ് പഠിച്ചത്. അസംഷൻ കോളേജ് ഗ്രൂപ്പും എല്ലാ കാലത്തും
ഗ്രൂപ്പും വർഷവും 1980 അല്ല 75-ല് 76-ൽ ഞാൻ പാസ് ഔട്ട് ഗ്രാജുവേറ്റ് അതിന് 5 വർഷം 1972 മുതൽ 1977 വരെയുള്ള കാലഘട്ടത്തിൽ ഞാൻ അസംഷൻ കോളേജിലാണ് പഠിച്ചത്. ചങ്ങനാശ്ശേരി അസംഷൻ കോളേജ് ഇന്നും വളരെ മഹിമയോടെ ഉയർന്നു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഈ കഴിഞ്ഞ വർഷം പോയപ്പം ആ സ്കൂളിൽ കവാടത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു ചെല്ലുവാനും അതിൻ്റെ ആ മനോഹാരിതയും അതിൻ്റെ ഗാംഭീര്യം ഉൾക്കൊള്ളാനും ഒരവസരം ഞങ്ങൾക്ക് കിട്ടി. ഞാൻ എൻ്റെ പഴയ സുഹൃത്തുക്കളോടൊപ്പം ഞങ്ങൾ ആ കോളേജിൽ പോയി പഴയ ഇരുന്ന സ്ഥലങ്ങളിലും ഒക്കെ ഇരുന്നു. അന്നത്തെ കാലത്തൊക്കെ നമ്മൾ കുട്ടികളായതുകൊണ്ട് നമുക്ക് ഒളിച്ച് ക്ലാസ്സിലിരുന്ന് നോട്ട് എഴുതാതിരിക്കുകയോ അല്ലെങ്കിൽ പതുക്കെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉള്ള കാലമാണ്. അപ്പോൾ അതൊക്കെ ഓർത്തിരുന്ന് ഇപ്പോൾ ചിരിക്കുകയായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. എന്തായാലും ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം പുതിയ തലമുറയിലുള്ള ടീച്ചേഴ്സാണ്. അന്നത്തെ ഞങ്ങൾ പഠിപ്പിച്ച കാലത്തുള്ള ടീച്ചേഴ്സ് ആരുമില്ലായിരുന്നു. പക്ഷേ അവിടെ എല്ലാം പോയി കണ്ടു. അതിൽ ഒരു വലിയ സംഭവം ഉണ്ടായത്, ഞാൻ BA പഠിപ്പിക്കുമ്പം എന്നെ പഠിപ്പിച്ചിരുന്ന സിസ്റ്റർ ഡൊമിനീഷ്യ എന്ന് പറഞ്ഞൊരു സിസ്റ്റർ ഇപ്പോഴും അവിടെ ഉണ്ട്. സിസ്റ്റർ ഇപ്പോൾ അവിടെ റിട്ടയേർഡായിട്ട് വാർഡനായിട്ടിരിക്കുന്ന സിസ്റ്ററിനെ പോയി കണ്ടു. സിസ്റ്ററിന് ഭയങ്കര സന്തോഷമായി. ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട വലിയമ്മമാർ അവരുടെ സ്റ്റുഡൻസായിട്ട് ഞങ്ങൾ കാണാൻ ചെന്നു. ഞങ്ങൾ 3 പേര് കൂടിയാണ് ഞങ്ങൾ പോയത്. ഞങ്ങളെ വളരെ സന്തോഷത്തോടു കൂടി സിസ്റ്റർ സ്വീകരിക്കുകയും ഞങ്ങൾ പഴയ കാലമൊക്കെ ഓർക്കുകയും ചെയ്തു. ഞാൻ ഇക്കണോമിക്സ് മെയിൻ എടുത്ത് പഠിച്ച ഒരു വിദ്യാർത്ഥിയായിരുന്നു. യാത്രയൊക്കെ എങ്ങനെയായിരുന്നു? കണ്ണഴയിൽ ബസ്സിലായിരുന്നു യാത്ര. ആയിരുന്നു. കുറേ നാൾ ഹോസ്റ്റലിലും 3-4 വർഷം ഹോസ്റ്റലിലും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് CISF-ലാണ്. അത് CISF-ൻ്റെ തുടക്കകാലത്തിലാണ് ഞാൻ CISF ചേരുന്നത്. അതുകൊണ്ട് വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. CISF-ൻ്റെ ഏറ്റവും പ്രശ്നബാധിത പ്രദേശങ്ങളായ കൽക്കട്ട, ദുർഗാപൂർ, ആസാം മുതലായ സ്ഥലങ്ങളിലാണ് എൻ്റെ ആദ്യകാല സർവീസ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൗത്ത് ഇന്ത്യയിൽ വരുന്നത്. പിന്നീട് സൗത്ത് ഇന്ത്യയിൽ 2-3 യൂണിറ്റിൽ സർവീസ് ചെയ്തതിന് ശേഷമാണ് ബോംബെയിൽ വരുന്നത്. ബോംബെയിൽ നിന്നും പല യൂണിറ്റുകളിൽ ഞാൻ പോയിട്ടുണ്ട്, സർവീസ് ചെയ്തിട്ടുണ്ട്. ഈ ധാരാളം മൂവ്മെൻ്റ് ഉണ്ടായെങ്കിലും അതോടൊപ്പം തന്നെ എനിക്ക് സർവീസ് ലൈഫിൽ പുരോഗതികളും കൈവരിച്ചു. ഞാൻ 1987 ഒരു ബറ്റാലിയൻ റേസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഡ്യൂട്ടി എന്നെ CISF ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്വം 9 ബറ്റാലിയൻ CISF-ൻ്റെ 9ാമത്തെ ബറ്റാലിയൻ ബിലായിൽ റേസ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം എനിക്ക് കിട്ടി. അത് ഞാൻ വളരെ കൃത്യമായി നിർവഹിച്ചു. അതുകൊണ്ട് എനിക്ക് അടുത്ത ഒരു നല്ല പോസ്റ്റിംഗ് തന്നു ഗുജറാത്ത് റിഫൈനറിയിൽ. പിന്നെ അവിടെ നിന്നും ISRO തുമ്പയിലും പിന്നീട് വീണ്ടും ബോംബെയിലും ഒക്കെ സെർവ് ചെയ്യാൻ ഇടയായി. ഈ എൻ്റെ സർവീസ് ലൈഫിൽ എനിക്ക് പല വലിയ ദീർഘവീക്ഷണമുള്ള ഓഫീസർമാരുടെ കൂടെ സർവീസ് ചെയ്യാനും, അതായത് തുടക്കകാലത്തിലും അത് കഴിഞ്ഞും അവസരം കിട്ടി. അതൊക്കെ എന്നെ ഇന്നത്തെ ഈ മനുഷ്യനാക്കി മാറ്റിയത് അതിന് പൂർണ്ണ ഉത്തരവാദിത്വം CISF-ആണ്. അതിലെ ദീർഘവീക്ഷണമുള്ള ഉദ്യോഗസ്ഥന്മാരാണ്. ഒന്ന് ഞാൻ പേര് പറയാൻ ഇതാണ്, OP ബാലി, മഹാരാഷ്ട്ര കാഡർ IPS ഓഫീസറാണ്. ശങ്കാരി, SM ശങ്കാരി, ശിവമോഹൻ ശങ്കാരി എന്നറിയപ്പെടുന്ന അദ്ദേഹം മഹാരാഷ്ട്ര കാഡർ ഓഫീസർ. അതേപോലെ പല വലിയ പണ്ഡിറ്റ് ഗൗതം കോട്ട് ഡൽഹിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയ മിസ്റ്റർ ആനന്ദറാം IPS, BA, ഡയറക്ടർ ജനറൽ ഓഫ് CISF, ഇവരുടെയൊക്കെ ദീർഘവീക്ഷണത്തിൽ ഉള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് പടിപടിയായ ഉയർച്ച ഉണ്ടായി. ഇന്ന് ഞാനൊരു CISF-ൻ്റെ സീനിയർ കമാൻഡൻ്റ് എന്ന നിലയിൽ 2008 റിട്ടയർ ചെയ്തു. ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. ഇതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഉൾക്കൊള്ളാറുണ്ട്.
അദ്ദേഹം പോലീസ് മെഡൽ ആ, മെറിറ്റോറിയസ് സർവീസിന് പ്രസിഡന്റിന്റെ 1990 എനിക്ക് പോലീസ് മെഡൽ ഫോർ മെറിറ്റോറിയസ് സർവീസും കിട്ടിയിട്ടുണ്ട്. പിന്നെ പറയാൻ പല സാർ കാര്യങ്ങളുണ്ട്. ബിലായിൽ എത്ര വർഷം ഉണ്ടായിരുന്നു? ബിലായിൽ ഏതാണ്ട് 2 വർഷത്തോളം. 2 വർഷം. എല്ലായിടത്തും ഈ 2 വർഷമാണോ? 3 വർഷമാണ് ഞങ്ങളുടെ സർവീസ് ടെനിയർ. പക്ഷെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. ചിലപ്പോൾ 5 വർഷമാവും, ചിലപ്പോൾ 2 വർഷമാവും, 1 വർഷം. ഓക്കെ, താങ്ക് യു.